ഈ സീസണിൽ ഒരു കാരണവശാലും വിഗ്രസ് ആയിട്ടുള്ള എക്സസൈസിലേക്ക് നിങ്ങളാരും പോകരുത്. അതിന് പകരം ലഘു വ്യായാമങ്ങളാവാം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് യോഗയാണ്. പ്രാണായാമങ്ങൾ നല്ലതാണ്. ആ പ്രാണായാമങ്ങളിൽ തന്നെ ശീതളി നട്ടല് നിവർത്തിയിരുന്ന് നാവ് പുറത്തേക്ക് ഇതുപോലെ വളച്ചു പിടിച്ച് ശ്വാസം അകത്തേക്ക് പതുക്കെയും ദീർഘമായും എടുക്കുക. എന്നിട്ട് സാവകാശം പുറത്തേക്ക് വിടുക. ആ ശീതളി പ്രാണായാമം ഒരു ദിവസത്തിൽ പല വട്ടമായിട്ട് ചെയ്യുകയാണെങ്കിൽ ശരീരത്തിനെ നല്ല കൂളായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും. അതുപോലെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പരുത്തി വസ്ത്രങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. സിന്തറ്റിക് ആയിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം ഈ സീസണിൽ ഒഴിവാക്കുക. പിന്നെ ഒന്ന് പാദാഭ്യംഗവും അതുപോലെ ഐ വാഷുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെയിലത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ എക്സ്പോഷർ ആവുമ്പോൾ കണ്ണുകളാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുക. അപ്പോൾ കണ്ണുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ത്രിഫല കഷായം ഉണ്ടാക്കി അത് കണ്ണിൽ തളിച്ച് കഴുകുക. രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തും കഴുകുക. പകൽ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറ്റുമോ ആ സമയത്തൊക്കെ കഴുകാം. ഇനി ത്രിഫല വെള്ളം കൊണ്ട് കഴുകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ വെറുതെ ശുദ്ധമായ വെള്ളത്തിൽ, കിണറ്റിലെ വെള്ളം എടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ കണ്ണ് തളിച്ച് കഴുകുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ രാത്രി ചില നേരങ്ങളിൽ നിങ്ങൾ ഉപവസിക്കുക ചില ദിവസങ്ങളിൽ, അതും കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മൾ ജനറലായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ശരീരത്തിന് ചെയ്യുന്ന ഉപചാരങ്ങളെല്ലാം തന്നെ കണ്ണിന് ഹെൽപ്പ് ചെയ്യും. എന്നാൽ പെർട്ടിക്കുലറായിട്ട് കണ്ണിന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ത്രിഫല വെള്ളം കൊണ്ട് നമ്മൾ കഴുകുന്നതൊക്കെ തന്നെ കണ്ണിൻ്റെ ഇൻഫെക്ഷൻ വരുത്താതെ സഹായിക്കും. കണ്ണിൻ്റെ കാഴ്ച കൂട്ടും. കണ്ണിന് കൂൾ എഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് അതിനെ നിങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഒന്ന് പാദാഭ്യംഗമാണ്. പാദാഭ്യംഗം അതായത് പാദത്തിൻ്റെ അടിഭാഗത്ത് വരെ എത്തിച്ചേരുന്ന 2 സിരകളുണ്ട്. ഇത് കണ്ണുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് കിടക്കാൻ പോകുന്നതിന് മുൻപോ കുളിക്കാൻ പോകുന്നതിന് മുൻപോ ആയിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് കൈകൊണ്ട് പാദങ്ങൾ ഒന്ന് അഭ്യംഗം അല്ലെങ്കിൽ മസാജ് ചെയ്യുക. ഇത് കണ്ണിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ജനറൽ ഹെൽത്തിനും അത് നല്ലതാണ്, ഉറക്കത്തിന് നല്ലതാണ്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മുടെ കിച്ചൺ ഫാർമസിയിലുള്ള ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അല്പം എള്ളെണ്ണ ചേർത്തിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പാദാഭ്യംഗം ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അല്പം പിണ്ടതൈലം നിങ്ങൾ ഏതെങ്കിലും ആയുർവേദ മെഡിക്കൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങുക. എന്നിട്ട് ആ പിണ്ടതൈലം ഉപയോഗിച്ചിട്ട് ഇതേപോലെ പാദാഭ്യംഗം ചെയ്യുക. അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഈ ഒരു വേനൽക്കാലത്ത് കൂൾ എഫക്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കും.